ഗ്രീൻ പീസും പനീറും വെച്ച് ചപ്പാത്തിക്ക് പറ്റിയ നല്ല ക്രീമി ആയിട്ടുള്ള മട്ടർ പനീർ നമുക്ക് തയ്യാറാക്കാം. ആദ്യം തന്നെ ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് അതിലേക്ക് കനം കുറച്ചരിഞ്ഞ 2 സവാള, ചെറിയ പീസ് ഇഞ്ചി, ചെറിയ അല്ലി വെളുത്തുള്ളി ആയതുകൊണ്ട് ഒരു 10 അല്ലി വെളുത്തുള്ളി ഇതെല്ലാം ചേർത്ത് വഴറ്റണം. അതിനുശേഷം നന്നായി പഴുത്ത 2 തക്കാളി കൂടി ചേർത്ത് മൂടി വെച്ച് തക്കാളി വേവിക്കണം. തക്കാളി വെന്ത് വരുമ്പോൾ വെള്ളത്തിൽ കുതിർത്ത 10 അണ്ടിപ്പരിപ്പ് കൂടി പാനിലേക്ക് ഇട്ട് സ്റ്റവ് ഓഫ് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് ഇതെല്ലാം മാറ്റി തണുത്തു വരുമ്പോൾ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. ഇനി ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് നല്ല ജീരകം, ചെറിയ പീസ് പട്ട, ഏലക്കായ ഇതെല്ലാം ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു സവാള കനം കുറച്ചരിഞ്ഞതും 1 ടീസ്പൂൺ ബട്ടറും കൂടി പാനിലേക്ക് ഇട്ട് സവാള വഴറ്റി ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ മല്ലിപ്പൊടി, കാശ്മീരി മുളക് പൊടി, എരിവുള്ള മുളക് പൊടി, നല്ല ജീരകം പൊടിച്ചത്, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്ത് പൊടികൾ മൂത്ത് വരുമ്പോൾ നേരത്തെ അരച്ചു വെച്ച സവാള, തക്കാളി, അണ്ടിപ്പരിപ്പ് ഇതിൻ്റെ എല്ലാം അരപ്പ് ഇതിലേക്ക് ഇട്ട് 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കണം. അരപ്പിൽ നിന്നും എണ്ണ തെളിഞ്ഞു വരുമ്പോൾ ഗ്രേവിക്ക് ആവശ്യമായ ചൂടുവെള്ളം ഒഴിച്ച് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. പച്ച ഗ്രീൻ പീസാണ് ഈ കറിക്ക് ഉപയോഗിക്കുന്നത്. ഫ്രോസൺ ഗ്രീൻ പീസ് എന്ന് പറഞ്ഞ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് ഒരു 3 മിനിറ്റ് മൂടി വെച്ച് വേവിക്കണം. അടുത്തതായി പനീർ ആഡ് ചെയ്യാം. 200 ഗ്രാം പനീറാണ് ചേർത്ത് കൊടുക്കുന്നത്. പനീർ ആഡ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് മൂടി വെച്ച് വേവിക്കണം. അവസാനമായി ഗരം മസാലയും കസൂരി മേത്തി പൊടിച്ചതും 1 ടീസ്പൂൺ പഞ്ചസാരയും 1 പിടി മല്ലിയിലയും കൂടി ചേർത്ത് സ്റ്റവ് ഓഫ് ചെയ്യാം. മട്ടർ പനീർ റെഡി ആയിട്ടുണ്ട്.